ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനശ്വർ റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് വടയാണ്. ചൂടു ചായക്കൊപ്പം പരിപ്പ് വട ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലേ? ആദ്യം തന്നെ പരിപ്പ് വടക്ക് ആവശ്യമായ പരിപ്പ് കുതിർത്ത് വെക്കണം. 1 കപ്പ് തുവരപ്പരിപ്പാണ് ഞാൻ വടയുണ്ടാക്കാൻ എടുത്തത്. കടലപ്പരിപ്പും നമുക്ക് വടയുണ്ടാക്കാൻ എടുക്കാം. ഇത് ഏകദേശം 2 മണിക്കൂറോളം കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച പരിപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വയ്ക്കുക. ഇനി ഇത് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ടതില്ല. അരക്കുന്നതിന് മുമ്പ് 3 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അരച്ചെടുക്കുക. പരിപ്പ് നന്നായി അരയേണ്ടതില്ല. ഇടയ്ക്ക് മിക്സിയുടെ ജാറൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്ത് അരക്കാം. ചെറിയ ചെറിയ പരിപ്പ് കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക. അരച്ചു വെച്ച പരിപ്പ് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച പരിപ്പ്, മുറിച്ച് വെച്ച കഷ്ണങ്ങൾ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, 1 സ്പൂൺ പുട്ടുപൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി മാവ് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. വട ക്രിസ്പി ആവാനാണ് അരിപ്പൊടി ചേർക്കുന്നത്. എരിവ് അധികം ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് കൂട്ടാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് ചെറിയ ഉരുളകളായി ഉരുട്ടി ഒരു വാഴയിലയിൽ എണ്ണ തടവി പരത്തിയെടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്ക് വടയുണ്ടാക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടുക. തീ ഹൈ ഫ്ലെയിമിലായാൽ വടയുടെ മുകൾ ഭാഗം നന്നായി മുറുകും, ഉൾവശം വെന്തിട്ടുണ്ടാവില്ല. കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. വട ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ക്രിസ്പി ആൻഡ് ടേസ്റ്റി വട റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.